എന്നാലും നടൻ ഷാഫിയോട് സർക്കാർ ഈ കാണിച്ചത് വളരെ മോശമായിപ്പോയി. പാലം പൊട്ടൽ സിനിമയിൽ എന്തൊരു അഭിനയമായിരുന്നു. മമ്മൂട്ടിയുടെ ഭ്രമയുഗ സിനിമയിലെ ആ കഥാപാത്രമൊക്കെ എന്ത്. പാനൂരിലെ ആ പാലം പൊട്ടൽ അഭിനയം മലയാള സിനിമയിലെ ഒരു തലതൊട്ടപ്പനും ഇതുവരെ ഇത്ര ഗംഭീരമായി അഭിനയിക്കാൻ കഴിഞ്ഞില്ല. ആ അഭിനയ മുഹൂർത്തവും ആ ഓരോ ചലനങ്ങളും നോട്ടവും പിന്നീട് ആ കർച്ചീഫ് വെച്ചുള്ള തുടപ്പും എല്ലാം കൊണ്ട് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ എന്ത്. കേരളത്തിന്റെ സിനിമാ രംഗത്തെ ഭ്രമിപ്പിച്ചു കളഞ്ഞ ആ അഭിനയ രംഗത്തിന് ഒരു ജൂറി പരാമർശമെങ്കിലും കൊടുക്കാമായിരുന്നു. മികച്ച നടന്റെ അഭിനയത്തിനോ കൊടുത്തില്ല. രാഷ്ട്രീയം കളിച്ച് തഴഞ്ഞതാണ്. ഇത്രയും നല്ല അഭിനയം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിച്ച് തകർത്ത് ആ ഹോസ്പിറ്റൽ അഭിനയമൊക്കെ നടത്തിയത് കാണാൻ സാംസ്കാരിക മന്ത്രിയുടെ കണ്ണിൽ കുരുവായിരുന്നു എന്നുള്ള ചോദ്യം അത് പരക്കെ ഉയരുന്നുണ്ട്. ആ ചോദ്യം ഒരു കണക്കിന് ശരിയാണ്. ചില്ലറ പാടാണോ ഇത്രയും വലിയ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ സെറ്റിട്ട് ഒരു മികച്ച അഭിനയം നടത്താൻ ഈ പറയുന്ന അവാർഡ് നിശ്ചയിക്കുന്ന മന്ത്രിമാർക്ക് കഴിയൂ? അത്ര മികച്ച അഭിനയം ഷാഫി നടൻ നടത്തിയിട്ട് യാതൊരു തരത്തിലുള്ള പരിഗണനയും ഇല്ലാതെ രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ട് അതിനെ തഴഞ്ഞെങ്കിൽ ഈ സർക്കാർ കലാകാരന്മാരോട് കാണിക്കുന്ന ക്രൂരത എന്താണെന്ന് നിങ്ങൾ കാണണം. ഈ രീതിയിൽ ചോര ഒലിപ്പിച്ചുകൊണ്ട് കോൺഗ്രസുകാർക്കിടയിൽ വികാരം പൊട്ടി ഒലിപ്പിക്കാൻ കഴിഞ്ഞ അഭിനയ മുഹൂർത്തം കിരീടത്തിലെ മോഹൻലാലിനോ അമരത്തിലെ മമ്മൂട്ടിക്കോ എന്തിനേറെ പറയുന്നു ഇപ്പോ അവാർഡ് കൊടുത്ത ഭ്രമയുഗ സിനിമയിൽ ഇങ്ങനെ ഒരു പാലം പൊട്ടൽ അഭിനയം നടത്താൻ മമ്മൂട്ടിയെ കൊണ്ട് കഴിയൂ? മമ്മൂട്ടി ഒരു 4 ജന്മം ജനിച്ചാൽ നടക്കാത്ത കാര്യം. അതാണ് കേവലം സ്പോട്ട് ഷൂട്ടിങ്ങിനിടയിൽ യാതൊരു തരത്തിലുള്ള മേക്കപ്പ് പോലും ഇല്ലാതെ ആടിത്തിമിർത്തത്. അങ്ങനെയുള്ള അഭിനയ മുഹൂർത്തത്തെ തഴഞ്ഞത് കേരളത്തിന്റെ സർക്കാരിന് കലയോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് വേണം ചിത്രീകരിക്കാൻ. അല്ലെങ്കിൽ ഭാവിയിൽ റീൽസുകളിലൂടെ ഈ നാടിന്റെ താര പദവികളിലേക്ക് എത്തേണ്ട ഒരു നടനെ രാഷ്ട്രീയം നോക്കി ഇങ്ങനെയൊക്കെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ഈ സർക്കാരിന് ന്യൂനപക്ഷ വിരുദ്ധത കൂടി ഉണ്ട് എന്ന് നിങ്ങൾ കണ്ടോളൂ. അല്ലെങ്കിൽ ആ പാലം പൊട്ടൽ സിനിമയിലെ ഒരൊറ്റ കഥാപാത്രത്തെ വെല്ലുവിളിക്കാനോ അതിനോട് പോരാടാനോ മറ്റൊരു സിനിമ ഇല്ലെന്നിരിക്കെ അതിനെ തഴഞ്ഞതിന് പിന്നിൽ പിണറായി സർക്കാരിന്റെ രാഷ്ട്രീയ നെറുകേടാണെന്ന് ഈ നാട് തിരിച്ചറിയണം. എന്തായാലും ജൂറി പരാമർശം പോലും കിട്ടാത്തത് കൊണ്ട് അണ്ണൻ തൂങ്ങാൻ വേണ്ടി കയറെടുത്തു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രി പിണറായി വിജയനുമായിരിക്കുമെന്ന് ഇപ്പോൾ തന്നെ പലരും പറയുന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്നാലും ഇങ്ങനെയൊന്നും ഒരു കലാകാരനോട് സർക്കാർ ചെയ്യരുത് എന്ന് മാത്രമാണ് ഷാഫിയുടെ ഇപ്പോഴത്തെ ഈ അഭിനയ മുഹൂർത്തത്തെ മുൻനിർത്തി ഉപദേശിക്കാനുള്ളത്.